അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ പുനരാരംഭിച്ചതിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് 0.68% ഉയരുകയും 25,200 എന്ന ലെവലിന് മുകളിൽ പോസിറ്റീവ് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. കൂടാതെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ 308 കോടി രൂപയുടെ ബൈയിങ് നടത്തിയപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 1,518 കോടി രൂപയുടെ ബൈയിങ് നടത്തി. കഴിഞ്ഞ ദിവസം ഏഷ്യൻ മാർക്കറ്റും ഇന്ത്യൻ മാർക്കറ്റിൻ്റെയും സെൻറ്റിമെൻറ്റ് പോസിറ്റീവ് ആയതിന് പിന്നിലെ മറ്റൊരു കാരണം ഫെഡിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടാണ്. ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് ചൊവ്വാഴ്ച ആരംഭിക്കുകയും ചെയ്തു. അതേസമയം കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റിൽ ചെറിയ രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് പ്രകടമായിരുന്നു. ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വരുമെന്ന് ഏറെക്കുറെ ഉറപ്പായതിനു ശേഷമുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിൽ കാണാൻ സാധിച്ചത്. S&P 0.13%, നാസ്ഡാക്ക് 0.07%, ഡോ ജോൺസ് 0.27% ഇടിഞ്ഞു. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് 25,200 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് അടുത്ത റെസിസ്റ്റൻസ് 25,500 എന്ന ലെവലാണ്. അതേസമയം 25,100 വരും സമയങ്ങളിൽ സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കുകയും ചെയ്യും. എല്ലാ മൂവിംഗ് ആവറേജ് റേഞ്ചുകൾക്കും മുകളിലാണ് മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇത് ഷോർട്ട് ടൈമിലെ മാർക്കറ്റിൻ്റെ ട്രെൻഡ് പോസിറ്റീവായി തുടരും എന്നുള്ള സൂചനയാണ് നൽകുന്നത്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് ഗുജറാത്ത് ഫ്ലൂറോ കെമിക്കൽസ്. ഗുജറാത്ത് ഫ്ലൂറോ കെമിക്കൽസിൻ്റെ പ്രൊമോട്ടർ കമ്പനിയുടെ 13 ലക്ഷം ഷെയറുകൾ 3,500 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഓഫ്ലോഡ് ചെയ്യുകയാണ്. കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും 5% ഡിസ്കൗണ്ടിലാണ് കമ്പനിയുടെ പ്രൊമോട്ടർ ഷെയർ ഓഫ്ലോഡ് ചെയ്യുന്നത്. ടെക് മഹീന്ദ്രയിൽ LIC അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 8% നിന്നും 10.8% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഭാരത് ഇലക്ട്രോണിക്സ് എന്ന കമ്പനിക്ക് 172 കോടി രൂപയുടെ ഒരു അഡീഷണൽ ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഭാരത് ഇലക്ട്രോണിക്സ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. ആംബർ എൻ്റർപ്രൈസസ് എന്ന കമ്പനിയും QIP വഴി ഫണ്ട് റൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ആംബർ എൻ്റർപ്രൈസസിൻ്റെ 6% ഷെയറുകൾ 6% ഡിസ്കൗണ്ടിൽ 7,790 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ സെൽ ചെയ്തേക്കും. അവൻറ്റിൽ എന്ന കമ്പനിക്ക് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡറിൽ നിന്നും 9 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ അവൻറ്റിൽ എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. HCL ടെക് എന്ന കമ്പനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മാർടെക് പ്ലാറ്റ്ഫോം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രീമിയർ എക്സ്പ്ലോസീവ്സ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. തെലങ്കാന പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പ്രീമിയർ എക്സ്പ്ലോസീവ്സിൻ്റെ തെലങ്കാനയിലെ ഫാക്ടറി അടയ്ക്കുന്നതിന് നിർദ്ദേശം നൽകിയിരുന്നു. ഇപ്പോൾ ആ നിർദ്ദേശം പിൻവലിക്കുകയും ഫാക്ടറി തുറന്ന് പ്രവർത്തിക്കുന്നതിനാവശ്യമായ അപ്രൂവൽ നൽകുകയും ചെയ്തു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പ്രീമിയർ എക്സ്പ്ലോസീവ്സ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. ക്രിസ്റ്റൽ ഇൻ്റഗ്രേറ്റഡ് എന്ന കമ്പനിക്ക് ആന്ധ്രാപ്രദേശ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ബോർഡിൽ നിന്നും 168 കോടി രൂപയുടെ സാനിറ്റേഷൻ സർവീസിനാവശ്യമായിട്ടുള്ള കോൺട്രാക്ട് ലഭിച്ചതുകൊണ്ട് ക്രിസ്റ്റൽ ഇൻ്റഗ്രേറ്റഡ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. ക്വാളിറ്റി പവർ എന്ന കമ്പനിക്ക് സാറ്റ്കോം പ്രോജക്റ്റിന് ആവശ്യമായിട്ടുള്ള റിയാക്ടേഴ്സ് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി 11 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. JSW പെയിൻറ്റ് എന്ന കമ്പനി അക്സോ നോബൽ എന്ന കമ്പനിയുടെ 75% സ്റ്റേക്ക് ഹോൾഡിംഗ് ഏറ്റെടുക്കുന്നതിന് വേണ്ടി കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ സൈഡിൽ നിന്നും അപ്രൂവൽ ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗ്ലോബ് സിവിൽ എന്ന കമ്പനിക്ക് ഡൽഹിയിൽ സ്പോർട്സ് കോംപ്ലക്സ് നിർമ്മിക്കുന്നതിന് വേണ്ടി 13 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. മഹാരാഷ്ട്ര സീംലെസ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. CCI മഹാരാഷ്ട്ര സീംലെസിൻ്റെ ഗുഡ്ഗാവിലുള്ള ഓഫീസിൽ ഒരു റെയ്ഡ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇൻസുലേഷൻ എനർജി എന്ന കമ്പനി എനർജി ഗ്രീൻ ഇൻഫ്ര എന്ന പേരിൽ ഒരു സബ്സിഡറി കമ്പനിയെ ഇൻകോർപ്പറേറ്റ് ചെയ്തു. പിഡലൈറ്റ് ഇൻഡസ്ട്രീസിനെ കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂ ഫോക്കസ് ചെയ്യാവുന്നതാണ്. പിഡലൈറ്റ് ഇൻഡസ്ട്രീസിൻ്റെ ബോണസ് ഷെയർ ഇഷ്യൂ റെക്കോർഡ് ഡേറ്റ് ആയിട്ട് സെപ്റ്റംബർ 23 തീരുമാനിച്ചിട്ടുണ്ട്. റെയിൽടെൽ കോർപ്പറേഷൻ എന്ന കമ്പനിക്ക് ബീഹാർ എഡ്യൂക്കേഷണൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ നിന്നും 57 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. കൂടാതെ റോട്ടോ പമ്പ് എന്ന കമ്പനിക്ക് GPS റിന്യൂവബിൾസിൽ നിന്നും 7.25 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. മൊബിക്വിക്ക് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. അൺഓതറൈസ്ഡ് ഫണ്ട് സെറ്റിൽമെൻറ്റിൻ്റെ പശ്ചാത്തലത്തിൽ കമ്പനിക്ക് 26 കോടി രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട റിക്കവറി ഉടൻ തന്നെ പുരോഗമിക്കും എന്ന രീതിയിലുള്ള അപ്ഡേറ്റ് വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ മൊബിക്വിക്ക് എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്